പേരിൽ ചീരയുണ്ടെങ്കിലും അകത്തിച്ചീര പയർവർഗ്ഗത്തിൽപ്പെടുന്ന ഒരു കുറ്റിമരമാണ്. മുരിങ്ങയോട് സാദൃശ്യമുള്ള ഈ വൃക്ഷത്തിനെ അഗത്തി മുരിങ്ങയെന്നും അറിയപ്പെടുന്നു. അഗസ്ത്യമുനിക്ക് ഇഷ്ടപ്പെട്ട മരമായതുകൊണ്ടാണ് അകത്തിച്ചീര എന്ന പേര് ഉണ്ടായതെന്ന് വിശ്വസിക്കപ്പെടുന്നു. പൂവിന്റെ പ്രത്യേകത കാരണം ശിവപൂജയ്ക്കും ഇത് വിശേഷപ്പെട്ടതാണ്. ഇതിന്റെ ഇലകളും പൂക്കളും ആഹാര ആവശ്യത്തിനും, ഇല, പൂവ്, വിത്ത്, തൊലി, വേര് എന്നിവ ഔഷധത്തിനായും ഉപയോഗിച്ചു വരുന്നു. മുരിങ്ങ ഇലയിൽ അടങ്ങിയിട്ടുള്ളതിന്റെ 3 ഇരട്ടിയോളം പോഷകങ്ങൾ അഗത്തി ഇലയിലുണ്ട്. വിറ്റാമിൻ എയുടെ കലവറയായ ഈ ഇലക്കറി ഒരു നേത്രരോഗ സംഹാരി കൂടിയാണ്. ഈ ചെടിയിൽ പ്രോട്ടീൻ, ധാതുക്കൾ, വിറ്റാമിനുകൾ എന്നിവയുൾപ്പെടെ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ എ, ഫോളേറ്റ്, തയാമിൻ, നിയാസിൻ, വിറ്റാമിൻ സി എന്നിവയുടെ നല്ല ഉറവിടമാണ് ഈ ചെടി. ഇതുകൂടാതെ ധാരാളം മഗ്നീഷ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സെലീനിയം എന്നിവയും അടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഇലകളിൽ 8 ഗ്രാം പ്രോട്ടീൻ, 8 ഗ്രാം ആവശ്യ അമിനോ ആസിഡുകളും അവിശ്വസനീയമായ അളവിൽ, അതായത് 1111 മില്ലിഗ്രാം കാൽസ്യവും അടങ്ങിയിരിക്കുന്നു. പാൻക്രിയാസിന്റെ കേടായ കോശങ്ങൾ നന്നാക്കുന്നതിനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിനും അകത്തിച്ചീര ഇടയ്ക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഇവയുടെ ഇലകൾക്ക് ചീത്ത കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ് അളവ് കുറയ്ക്കുവാനും ആരോഗ്യത്തിന് ഗുണകരമാകുന്ന നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നതിനും കഴിവുണ്ട്. അകത്തി ഇലയിൽ അടങ്ങിയിട്ടുള്ള കാൽസ്യവും ഇരുമ്പിന്റെ അംശവും എല്ലുകൾക്ക് ബലമേകാൻ സഹായിക്കുന്നു. ഇടയ്ക്ക് കുറച്ച് അകത്തിച്ചീര കഴിച്ചാൽ പ്രായാധിക്യം കൊണ്ടും വാതസംബന്ധമായ അസുഖങ്ങൾ കൊണ്ടും ഉണ്ടാകുന്ന എല്ലുകളുടെ ബലക്ഷയം മാറ്റി ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കും. അകത്തി ഇലയിട്ട് വേവിച്ച വെള്ളം കുടിച്ചാൽ വയറ്റിലെ വിരകളെ പുറത്തു കളയുവാനും മുലയൂട്ടുന്ന അമ്മമാർക്ക് മുലപ്പാൽ വർദ്ധിപ്പിക്കുവാനും സാധിക്കും. 2 തണ്ട് അകത്തിച്ചീരയില അരച്ച് കരിക്കിൻ വെള്ളം, തേങ്ങാവെള്ളം, പച്ചവെള്ളം ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ കലക്കി രാവിലെ വെറും വയറ്റിലോ അല്ലെങ്കിൽ 1 ഗ്ലാസ് വെള്ളരി ജ്യൂസ് കുടിച്ച് 10 മിനിറ്റിന് ശേഷമോ ഇത് കുടിക്കാം. ഇത് 30 ദിവസം തുടർന്നാൽ തൈറോയിഡ് മാറിക്കിട്ടും. അകത്തിച്ചീരയുടെ ഇലകൾ നെയ്യിൽ വറുത്ത് കഴിച്ചാൽ നിശാന്തതയ്ക്കും വിറ്റാമിൻ എയുടെ അഭാവത്തിലുണ്ടാകുന്ന മറ്റു നേത്രരോഗങ്ങൾക്കും ശമനമുണ്ടാകും. തേങ്ങയും അകത്തിച്ചീരയുടെ ഇലയും തുല്യ അളവിലെടുത്ത് അരച്ചു പുരട്ടിയാൽ ചൊറിച്ചിൽ, കൃമിശല്യം, തടിപ്പ് എന്നിവ മാറിക്കിട്ടും. ഇല പിഴിഞ്ഞ് വേദനയുള്ള ഭാഗത്ത് പുരട്ടി ആവി പിടിച്ചാൽ തലവേദനയ്ക്കും മൈഗ്രെയിനും വേഗത്തിൽ ആശ്വാസം ലഭിക്കും. നീര് നെറുകയിൽ പുരട്ടുന്നത് ശരീരത്തിൽ തണുപ്പ് ലഭിക്കുവാൻ സഹായകമാണ്. റൈബോഫ്ലേവിൻ അടങ്ങിയിട്ടുള്ളതിനാലാണ് ഇത് സാധ്യമാകുന്നത്. കടുക്ക പൊട്ടിച്ചതും അകത്തിച്ചീരയുടെ ചാറും ചേർത്ത് പൈൽസ് ഉള്ള ഭാഗത്ത് പുരട്ടുന്നതും വലിയ പാത്രത്തിൽ എടുത്ത ഈ ഔഷധത്തിൽ പൈൽസ് ഉള്ള ഭാഗം മുങ്ങത്തക്ക വിധത്തിൽ അരമണിക്കൂർ ഇരിക്കുന്നതും നല്ല ഫലം നൽകുമെന്നാണ് പാരമ്പര്യ വൈദ്യത്തിൽ പറയുന്നത്. രക്തത്തോടു കൂടിയുള്ള പൈൽസിനും രോഗാണുക്കൾ നശിപ്പിക്കുവാനും ഈ രീതി നല്ലതാണ്. വൃത്തിയും വെടുപ്പുമുള്ള പാത്രം വേണം ഉപയോഗിക്കാനായിട്ട്. അകത്തിച്ചീരയുടെ ഇലകളിട്ട് തിളപ്പിച്ച വെള്ളം നല്ല ദാഹശമനിയായും മൂത്രാശയ കല്ലിന്റെ അന്തകനുമാണ്. കുറച്ച് ഉലുവയും അകത്തിച്ചീരയുടെ ഇലയും നല്ലതുപോലെ അരച്ച് ഉരുളകളാക്കി എള്ളെണ്ണ ചൂടാക്കി അതിൽ വറുത്തെടുത്ത ശേഷം ആ എണ്ണ അരിച്ചെടുക്കുക. ഈ എണ്ണ ചർമ്മ സൗന്ദര്യത്തിന് ഉത്തമമാണ്. ശരീരത്തിൽ ഈ എണ്ണ പുരട്ടി മസാജ് ചെയ്താൽ തിളങ്ങുന്ന ചർമ്മം ലഭിക്കും എന്നാണ് നാട്ടുവൈദ്യം പറയുന്നത്. ഈ എണ്ണ തേച്ചു കുളിക്കുന്നത് കണ്ണുകൾക്ക് തണുപ്പേകുകയും ചെയ്യും. ശരീരത്തിലെ അമിതമായ ചൂടും ദുർഗന്ധത്തോടു കൂടിയുള്ള വെള്ളപ്പോക്കും ഇല്ലാതാക്കാൻ അകത്തിച്ചീര കഴിക്കുന്നത് നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന പനി മാറാനായിട്ട് ഇല പിഴിഞ്ഞ് മൂക്കിൽ ഇറ്റിച്ചാൽ മതിയാകും. സൈനസിനും ഇതിന്റെ ജ്യൂസ് ഫലപ്രദമാണ്. ക്യാൻസർ കാരികളായ മുഴകളെ ഇത് തടയുന്നു. ആർത്രൈറ്റിസ് ഉള്ള ഭാഗത്ത് ഇലച്ചാർ പുരട്ടുന്നത് വേദന കുറയ്ക്കാൻ നല്ലതാണ്. ഓർമ്മക്കുറവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ തടയാൻ ഈ ഭക്ഷണം ഇടയ്ക്കിടെ ശീലമാക്കുന്നത് നല്ലതാണ്. വൈറ്റമിൻ B1 ആണ് ഇതിന് സഹായിക്കുന്നത്. അൽഷിമേഴ്സ് രോഗത്തിന്റെ ചികിത്സയിൽ ഈ വൈറ്റമിൻ ആണ് പ്രതിദിനം 100 മില്ലിഗ്രാം എന്ന അളവിൽ നൽകുന്നത്. ധാരാളം ഫോസ്ഫറസ് ഉള്ളതിനാൽ പേശികളുടെ ബലക്ഷയം തടയാൻ ഈ ഭക്ഷണം സഹായിക്കുന്നു. ഇതിന്റെ ഇല ചതച്ച് ഉളുക്കിനും ചതവിനും ഉപയോഗിക്കാറുണ്ട്. വായും തൊണ്ടയും ശുദ്ധമാക്കാനായി ഇലച്ചാർ ഗാർഗിൾ ചെയ്യാറുണ്ട്. വായയും തൊണ്ടയും അണുവിമുക്തമാക്കാൻ ഇതിന്റെ ഇല ചവയ്ക്കുന്ന പതിവുമുണ്ട്. എന്നാൽ എന്തു തന്നെയായാലും ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ചില ആളുകൾക്ക് ചെറിയ ചില പാർശ്വഫലങ്ങൾ ഉണ്ടാകും. അമിതമായി കഴിക്കുന്നത് വയറ്റിലെ അസ്വസ്ഥതകൾക്ക് കാരണമായേക്കാം. എന്നാൽ ഈ പ്രശ്നത്തെ പ്രതിരോധിക്കാൻ പാകം ചെയ്യുമ്പോൾ വെളുത്തുള്ളി ചേർക്കുന്നത് നല്ലതാണ്. ഇതുകൂടാതെ ഇതിന്റെ കയ്പ് രുചിയെ ഇല്ലാതാക്കുന്നതിന്
വറ്റൽ തേങ്ങ ചേർക്കാവുന്നതാണ്. ഇടവിട്ട് മിതമായ അളവിൽ മാത്രം ഉപയോഗിക്കേണ്ട ഒന്നാണ് അകത്തിച്ചീര. എന്നാൽ മാത്രമേ യഥാർത്ഥ ഗുണം ലഭിക്കൂ. നല്ലൊരു ഇലക്കറി എന്നതിന് പുറമെ വിലപിടിപ്പുള്ള ഔഷധവുമായ അകത്തിച്ചീര വീട് മുറ്റത്ത് അലങ്കാര ചെടിയായും ടെറസിൽ ചെറിയ ബാരലുകളിലും നമുക്ക് വളർത്താവുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇതുപോലെയുള്ള നല്ല വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.